2 ദിവസം മുമ്പ് ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ചെറിയ മകൻ, ഒരു ചെറിയ കുട്ടിയുണ്ട്, വാപ്പാനോട് പറഞ്ഞു അത്രേ, എനിക്ക് അബ്ദുൽ കലാമിനെ പോലെ ആയാ മതി എന്ന്. ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ഹാഫിളാകണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ ഹാഫിളാക്കണമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് വീട്ടിൽ സംസാരിച്ചപ്പോ ആ ചെറിയ മകൻ പറഞ്ഞു അത്ര, എനിക്ക് അബ്ദുൽ കലാം ആയാ മതി എന്ന്. എന്റെ പ്രിയമുള്ളവരെ, എത്രയൊക്കെയാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹു ആ മനുഷ്യനെ കുറിച്ചുള്ള ബോധം ഒരു ചെറിയ കുട്ടിയുടെ ഹൃദയത്തിൽ കൊടുത്തു എങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്ക്, അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു. ചങ്ങാതിയുടെ അഡ്രസ് ഉണ്ടോ ഇപ്പോ? ആരായിരുന്നു? ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടിട്ട് അവസാനം നാണം കെട്ടിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, നാണം കെടുത്തി കളയും അല്ലാഹ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളൊക്കെ ഇന്ന് ഇങ്ങനെ അഹങ്കരിക്കുക, അധികാരം കിട്ടിക്കഴിയുമ്പോൾ എല്ലാം ഇങ്ങനെ. പക്ഷെ ഒരു ദിവസം അള്ളാഹു വലിച്ച് തറയിലിടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ അഹങ്കാരത്തിനൊക്കെ ഒരിക്കൽ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയായ ഇങ്ങനെ തെരഞ്ഞു നടക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്തിരുന്നിട്ട് നല്ല പാട്ട് കേൾക്കാം. ഒരു വീടിന്റെ അകത്തുനിന്ന് വല്ലാത്ത പാട്ട് കേൾക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഒരു കള്ളുകുടിയനാ നിന്നിട്ട് പാടുന്നേ. ഇസ്ലാമിന്റെ ഖലീഫ നോക്കുമ്പോ ഒരു കള്ളുകുടിയൻ നിന്ന് പാട്ട് പാടുകയാ. ഉമർ നിങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി വീടിന്റെ അകത്ത് മതിരി ചാടി അകത്ത് കയറി. നോക്കുമ്പോ പടച്ചോൻ ഇങ്ങനെ നാരാപ്പ പാടുന്നത് നോക്കുമ്പോ കള്ളു കുടിച്ചിട്ട് ഒരുത്തൻ നിന്ന് പാടുക. കതക് ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി നോക്കുമ്പോ കള്ളുകുടിയൻ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കയറി ചെല്ലുമ്പോ ഈ കള്ളുകുടിയൻ ഇങ്ങനെ കണ്ണും തള്ളിയിട്ട് നിൽക്കുക. ഉമർ കണ്ണിന്റെ മുന്നിൽ നിൽക്കണത്. പക്ഷെ ആ കള്ളുകുടിയൻ പതറിയില്ല. ആ കള്ളുകുടിയൻ ഇങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചു, ഞാനൊരു പാപം ചെയ്തു, ശരിയാ, ഞാൻ കള്ളു കുടിച്ചു, ഞാനൊരു തെറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ 3 എണ്ണമാ എന്നെക്കാളും മുമ്പേ ചെയ്തത്. ഞാനൊരു പാപമേ ചെയ്തുള്ളൂ, നിങ്ങൾ 3 തെറ്റ് ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഞാൻ 3 എണ്ണം ചെയ്തോ? എന്തേ എന്റെ 3 തെറ്റ്? 1, എന്റെ വീടിന്റെ മതിൽ ചാടി. ഒന്നാമത്തെ തെറ്റ് വീടിന്റെ മതിൽ ചാടി. 2, ഒളിഞ്ഞു നോക്കി. 2, എന്റെ വീടിന്റെ അകത്ത് നിങ്ങൾ ഒളിഞ്ഞു നോക്കി. 3, എന്റെ വാതിൽ ചവിട്ടി അനുവാദമില്ലാതെ എന്റെ വീടിന്റെ അകത്ത് കയറി. ഉമർ തങ്ങൾ കരയാൻ തുടങ്ങി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കള്ളുകുടി എന്റെ വീടിന്റെ അകത്ത് കയറിയപ്പോ അവൻ പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചത് പാപമാണ്, പക്ഷെ ഞാൻ 1 ചെയ്തുള്ളൂ, നിങ്ങൾ 3 എണ്ണം ചെയ്തു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമം എടുത്തു നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഒരു വീടിന്റെ അകത്ത് കയറണമെങ്കിൽ വീട്ടുകാരോട് അനുവാദം ചോദിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എന്റെ ഉമ്മാനെ കാണാൻ പോകുമ്പോ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ, എന്റെ ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അനുവാദം ചോദിക്കണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അനുവാദം ചോദിക്കണം. ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടെ എന്റെ ഉമ്മയല്ലാതെ ആരുമില്ല. എന്റെ ഉമ്മയെ നോക്കുന്നത് ഞാനാണ്, എന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ്, എന്റെ ഉമ്മയുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നത് ഞാനാണ്, എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ അനുവാദം ചോദിക്കണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നീ നിന്റെ ഉമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലും നീ അനുവാദം ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളൊരു വീടിന്റെ മുന്നിൽ ചെന്നാൽ നിങ്ങൾ അനുവാദം ചോദിക്കണോ, നിങ്ങൾ അനുവാദം ചോദിക്കണോ. നിങ്ങളെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറയണോ. സലാം പറഞ്ഞിട്ട് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നിൽക്കല്ലോ, വാതിലിന്റെ നേരെ നിൽക്കല്ലോ, നിങ്ങൾ മാറി നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ അതിന്റെ കാരണമെന്താ? പടച്ചവര് ഇന്നത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം അല്ലാഹുവിന്റെ റസൂലിന് അറിയാമായിരുന്നു. പറഞ്ഞു, ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് ബെല്ലടിച്ചിട്ട് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കരുത്, മാറി നിൽക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. എന്തേ കാരണം? നമ്മുടെ പെണ്ണുപിള്ളമാരുടെ സ്വഭാവം നബിക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടാ പറഞ്ഞത് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കരുത്, മാറി നിൽക്കണം. കാരണം ബെല്ലടിച്ചു കഴിഞ്ഞാൽ നിന്റെ പെണ്ണുപിള്ള വന്ന് വാതിൽ തുറക്കുമ്പോ ഓക്കെ എവിടെ തുണി ഉണ്ടാവും അവക്ക് തന്നെ അറിയത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് ഓടി വന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആരാ എന്ന് നോക്കാറില്ല. അടുക്കളയിൽ നിൽക്കണ കോലത്തിൽ ഒരൊറ്റ വരക്ക സൂപ്പർ ഫാസ്റ്റ് വരുന്ന പോലെ വന്നൊറ്റ തുറപ്പ. അള്ളാഹുവേ, ഉസ്താദാണോ നാട്ടുകാരാണോ ആരാണോ എവിടെ തുണിയുണ്ട് പിന്നെ ഓടുന്നേ, അത് നമുക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കരുത്, മാറി നിൽക്കണം. കാരണം ആ പെണ്ണ് ചിലപ്പം അന്യ പെണ്ണായിരിക്കാം, അന്യ പുരുഷനായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ അവളെ ഔറത്ത് ചിലപ്പം മറഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് മാറി നിൽക്കണം, അനുവാദം ചോദിക്കണം. അനുവാദം കിട്ടിയാലേ വീടിന്റെ അകത്ത് കയറാവൂ, ഇല്ലെങ്കിൽ നീ തിരിച്ചു പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു വീടിന്റെ അകത്ത് കയറി, നിന്റെ വീടല്ലാതെ വേറെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം. അതിങ്ങനെ നോക്കാൻ പാടില്ല, അവിടെയും ഇവിടെയും നോക്കാൻ പാടില്ല. നിനക്ക് കാണാൻ പാടില്ലാത്തത് നീ കാണാൻ പാടില്ല. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ ഇതൊക്കെ പറയുമ്പോ എന്റെ പെങ്ങൾ ചോദിക്കും, ഉസ്താദ് ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ നിസാര കാരണമല്ലേ? ഈ പറയുന്നതൊക്കെ നിസാരമായ തെറ്റുകളല്ലേ? ഇതെന്തിനാ പറയുന്നത്? ഇതൊക്കെയാണോ വഅദ് പറയേണ്ടത്? ഇത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനോ? ഇതൊക്കെ ഒരു പാപമാണെന്ന് കരുതുന്നില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പാപമല്ലെന്ന് ആരാധനക്ക് പറഞ്ഞു തന്നത്? ഇതൊക്കെ എനിക്കും നിനക്കുമാണ് നിസാരം. അല്ലാഹുവിന്റെ മുന്നിൽ ഇത് നിസാരമല്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എടുത്തു നോക്ക്. ഒരന്യ പുരുഷനോടൊരു പെണ്ണിനെ സലാം പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമം എടുത്തു നോക്ക്. ഒരന്യ പുരുഷനോട് ഒരന്യ പെണ്ണിനെ സലാം പറയാൻ പാടുണ്ടോ? ഇല്ലേ? പാടുണ്ടോ? പറ. നിങ്ങളുടെ പെണ്ണുപിള്ളമാർക്ക് എന്നോട് സലാം പറയാൻ പറ്റുമോ? ഇല്ലേ? വെടിയുണ്ടത് ഉള്ളത് പറ ചങ്ങാതി. എന്തുകൊണ്ട്? എന്റെ സലാം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ. സലാം പറയാൻ പോലും എന്തിന്? നീ നിങ്ങളുടെ പെണ്ണുപിള്ള മരിച്ച എനിക്ക് കാണാൻ പാടുണ്ടോ? ഇരിക്കണ സുലൈമാനിക്കാടെ ഭാര്യ, നിങ്ങൾ നല്ല സ്നേഹബന്ധവാ, അള്ളാഹുർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ ഭാര്യ മരിച്ച സുലൈമാനിക്കായി കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അന്യ പെണ്ണ്, മയ്യത്ത് പോലും കാണാൻ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞത് മയ്യത്ത് പോലും കാണാൻ പാടില്ല, പിന്നിലെ ജീവിച്ചിരിക്കുന്നേ. എന്തുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ തെറ്റായിട്ട് തന്നെ കാണുന്നില്ല. നിങ്ങൾ ചിന്തിക്ക്, 4000 പ്രവാചകന്മാരെ കണ്ട ഒരു മഹാൻ പറയുക, നീ നിന്റെ കണ്ണിനെ ഒരു വീടിന്റെ അകത്ത് കയറിയാ നീ സൂക്ഷിക്ക്. ഇല്ലെങ്കിൽ, അങ്ങനെ സൂക്ഷിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയാൻ കാരണം അത് നിസ്സാര ഒരു പാവമല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗം വേണോ? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിച്ചു, സഹാബാ സ്വർഗ്ഗം വേണോ? സഹാബാ സ്വർഗ്ഗം വേണോ? സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സ്വർഗ്ഗം വേണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുത്തു, നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ. ഹറാമ് കാണുന്നതിനെ തൊട്ട് ഹറാം
ഹറാം കാണുന്നതിനെ തൊട്ട് നിന്റെ കണ്ണിനെ സൂക്ഷിച്ചാ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അതൊരു ചെറിയ പാപമാണെന്ന് നിങ്ങൾ കരുതരുത്, അതൊരു ചെറിയ തെറ്റാണെന്ന് നിങ്ങൾ കരുതരുത്. അതിലൂടെ നിനക്കുണ്ടാകുന്ന നഷ്ടം എത്രയോ വലുതാ. വെറുതെ പറഞ്ഞതല്ല, ഒറ്റ ചരിത്രം പറഞ്ഞു തരാ. അതിന്റെ ഗൗരവം മനസ്സിലാക്കാറ് പടച്ചവനെ ഔറത്ത് വെളിവാക്കിയിട്ട് അന്യ പുരുഷന്റെ മുന്നിലേക്ക് പോകുന്ന പെങ്ങള്, അന്യ പുരുഷന്റെ ഔറത്ത് കാണുന്ന പെങ്ങള്, നിനക്ക് ഞാനതിന്റെ ഗൗരവം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ അല്ലാഹുവേ ഒരു പണ്ഡിതൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ, ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. കഅബാലയത്തിന്റെ മതാഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ ജ്യേഷ്ഠന്മാരുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ചവരോട് ദുആ ചെയ്യുകയാ. ഇതല്ലാതെ ഒന്നും പറയുന്നില്ല, സ്വർഗം ചോദിക്കുന്നില്ല, നരകമോചനം ചോദിക്കുന്നില്ല, പാപം പൊറുക്കണേ എന്ന് പറയുന്നില്ല. അല്ലാഹുവിനോട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ അല്ലാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാ. ഈ മഹാനാ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിക്കുകയാണ്, ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിക്കുകയാ. മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നു, മോനെ നീ ഇങ്ങനെ ദുആ ചെയ്യുന്നല്ലോ, നിന്റെ സഹോദരങ്ങളുടെ ഗതി വരുത്തല്ലേ എന്ന് ദുആ ചെയ്യുന്നല്ലോ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? അവിടെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, തങ്ങള് എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ചിരുന്ന മുഅദ്ദിനാ, 40ഓളം വർഷം എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ച മനുഷ്യരാ. ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവേ, വല്ലാത്ത പ്രതിഫലമാണല്ലോ. ഒരു നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മനുഷ്യനെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യരാ. ഏകദേശം 40 വർഷക്കാലം ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ, അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, മരണത്തോട് മല്ലടിക്കുമ്പോ, ഏറ്റവും ഇളയ അനുജനായ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തു കൊണ്ടുവരാറ്. അല്ലാഹുവേ, ഞാനവിടുന്ന് ഖുർആൻ എടുത്തു കൊണ്ടുപോവുകയാണ്. എന്റെ സഹോദരന്റെ കയ്യിലേക്ക് ഖുർആൻ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അവിടുന്ന് ഈമാനില്ലാതെ മരിച്ചുപോയി, ഈമാനില്ലാതെ മരിച്ചുപോയി. എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠൻ ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്. രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ, അതേ പള്ളിയിലാണ് ബാങ്ക് വിളിച്ചത്. ഒരുപാട് വർഷക്കാലം ബാങ്ക് വിളിച്ചു. ആ ജ്യേഷ്ഠന്റെയും അവസാനം മോശം മരണമായിരുന്നു, ഈമാനില്ലാത്ത മരണമായിരുന്നു. 2 പേരും ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്. തങ്ങള് അതേ പള്ളിയിലാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്, അതേ പള്ളിയിലാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. അല്ലാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ.
മരണം മോശമാക്കല്ലേ അല്ലാ, എന്റെ അവസാനം മോശമാക്കല്ലേ അല്ലാ. ഞാനതുകൊണ്ടാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ ഈ മഹാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ സഹോദരങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവര് കള്ളു കുടിക്കുന്നവരായിരുന്നു, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നു, അവര് പലിശ തിന്നുന്നവരായിരുന്നു, അവർ അല്ലാഹുവിനെ ധിക്കരിച്ചവരായിരുന്നു. ഈ ചെറുപ്പക്കാരൻ പറയുന്ന തങ്ങള് രണ്ടുപേരും അല്ലാഹുവിനെ നിസ്കരിക്കുന്നവരാ, അവർ അല്ലാഹുവിനെ പേടിയുള്ളവരാ, അവര് ഖുർആൻ ഓതുന്നവരാ, അവര് ദിക്റുകൾ പറയുന്നവരാ, അവര് സദഖകൾ കൊടുക്കുന്നവരാ, അവര് നോമ്പ് പിടിക്കുന്നവരാ, അവര് ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാ. എന്നിട്ടും അവരുടെ മരണം ഇങ്ങനെയാകാറുള്ള കാരണം എന്താ? മഹാനവറുകൾ ചോദിക്കുകയാണ്, അവരെന്തെങ്കിലും ഒരു പാപം ചെയ്യുമായിരുന്നോ? നിങ്ങളുടെ രണ്ട് സഹോദരന്മാരും എന്തെങ്കിലും ഒരു പാപം ചെയ്യുന്ന അറിവ് നിങ്ങൾക്കുണ്ടോ? അപ്പൊ പറഞ്ഞു കൊടുത്തു, എന്റെ സഹോദരങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. രണ്ടുപേരും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു. രണ്ടുപേരും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ആക്കിബത്ത് പോലും മോശമായി പോയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അന്യ പെണ്ണുങ്ങളുടെ ശരീരം കാണുമ്പോൾ, അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമ്പോൾ, അന്യ പുരുഷന്മാരുടെ ഔറത്തുകൾ കാണുമ്പോൾ, ആ കാണുന്നതിലൂടെ നിന്റെ അവസാനം മോശമായി പോകും. അതുകൊണ്ടാണ് മഹാനവറുകൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നത്, ഒരു വീടിന്റെ അകത്ത് കയറി ചെന്നാൽ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ആ കണ്ണിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈമാനില്ലാത്ത മരണം അവസാനം മോശമായി പോകുന്ന മരണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അതാ മറ്റൊരാളുടെ വീടിന്റെ അകത്ത് കടന്നു പോയാൽ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണേ. എന്നിട്ട് നാലാമതായി പറയുകയാണ്, നാലാമതായി പറഞ്ഞു തന്ന കാര്യം എന്തെന്നറിയുമോ? ജനങ്ങളുടെ നടുവിലേക്ക് പോയി കഴിഞ്ഞാൽ, ജനങ്ങളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ. പടച്ചവനെ, ജനങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങിപ്പോയാൽ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ. കാരണം എന്തെന്നറിയുമോ? മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അടിമയായിരുന്നല്ലോ. ഒരു ദിവസം യജമാനൻ അവിടുന്ന് വിളിക്കുന്നു, ലുഖ്മാനേ, ഒരാടിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ആടിനെ അറുത്തിട്ട് ഈ ആടിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ലതെടുത്തു കൊണ്ടുവരാൻ. ോട് യജമാനൻ ഒരു ആടിനെ കൊടുത്തിട്ട് പറഞ്ഞ്, ഇതിനെ കൊണ്ടുപോയി അറുത്തിട്ട് ഇതിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ലത് എടുത്തുകൊണ്ടുവരാൻ. മഹാനവറുകൾ കരളും എടുത്തുകൊണ്ടുവന്നു, നാക്കും എടുത്തുകൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. തന്റെ യജമാനന്റെ മുന്നിൽ കരളും നാവും കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പിന്നീട് ഒരു അവസരത്തിൽ ഒരു ആടിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ കൊണ്ടുപോയി അറുത്തിട്ട് അതിന്റെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ടത് എടുത്തുകൊണ്ട് വരാൻ. അപ്പോഴും കൊണ്ടുവന്നത് നാക്കും കരളുമാണ്. അപ്പം യജമാനൻ ചോദിച്ചു, എന്തേ രണ്ട് സമയത്തും കൊണ്ടുവന്നത്? ഒന്ന് നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞു, ഒന്ന് നശിച്ചത് കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ട് പ്രാവശ്യവും കൊണ്ടുവന്നത് ഒന്നാണല്ലോ. അപ്പൊ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നന്നായാൽ ഏറ്റവും നല്ലത് ഇത് രണ്ടുമാ, നശിച്ചാൽ ഏറ്റവും നശിച്ചത് ഇത് രണ്ടുമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ പോകുന്നത് നാവ് കാരണമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അതുകൊണ്ടാണ് ലുഖ്മാൻ ഹകീം തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ പോയ ഈ നാവ് സൂക്ഷിക്കണം. കാരണം ലൈസൻസ് ഇല്ല. 4 പേര് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പച്ച ഇറച്ചി ചില മനുഷ്യന്മാരെ പച്ചയ്ക്ക് കത്തിക്കുന്നത് പോലെ. 4 പേര് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനങ്ങോട്ട് തുടങ്ങും. ഓരോ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന സ്വഭാവം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അധികമായിട്ട് സംസാരിക്കരുത്, അധികമായിട്ട് നിങ്ങൾ സംസാരിക്കരുത്. അധികമായിട്ട് സംസാരിച്ചാൽ പാപങ്ങൾ കൂടും. അത് പറഞ്ഞപ്പോ
റസൂലുള്ളാഹി തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോ സഹാബത്ത് കല്ല് വാരിയിട്ട് വായിക്കകത്തിട്ടിരിക്കുക, എന്നിട്ട് ഇങ്ങനെ നടക്കുക. കല്ല് വായിക്കകത്ത് ഇട്ടിട്ട് സഹാബികൾ ഇങ്ങനെ നടക്കുകയാ. കാരണം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും, ഇല്ലെങ്കിൽ വായിക്കകത്ത് കല്ല്. കാരണം അള്ളാഹുവെ പടച്ചവനെ നരകത്തിൽ പെട്ടുപോകുമോ എന്നുള്ള ഭയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിച്ചു നോക്ക്. എവിടെയെങ്കിലും 4 പേര് കൂലിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് ആവശ്യമില്ലാത്ത ചർച്ചകൾ എന്തെല്ലാം നമ്മൾ പറയുന്നു. ആവശ്യമുള്ളതും ഇല്ലാത്തതും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം നരകത്തിലേക്ക് വീണു പോകുന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ പോകാൻ കാരണമാകുന്നത് നമ്മുടെ നാവ. നമ്മൾ നാവ് കൊണ്ട് എന്തെല്ലാം പറയുന്നു, ചെയ്യാത്ത കാര്യങ്ങൾ. ഇനി ഒരു മനുഷ്യൻ ചെയ്തതാണെങ്കിലും ഏഷണിയും പരദൂഷണവും എന്തെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇരുന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അവസാനം നമ്മൾ നരകത്തിലായി പോകുന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അതൊരു നിസ്സാര പാപമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഗൗരവത്തോടു കൂടി കാണണം. ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവോട് തൗബ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ കുറിച്ച് ആരെയെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ സംഘാടകരിൽപ്പെട്ട ഏതെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള നിങ്ങൾ ആരെയെങ്കിലും ഈ വെങ്ങാടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് അവൻ കള്ളനാവും, പെണ്ണുപിടിയനാവും, പലിശ തിന്നുന്നവനാവും, വൃത്തികെട്ടവനാ എന്ന് ഞാൻ പറഞ്ഞിട്ട് അള്ളാഹുടെ മുന്നിൽ ദുആ ചെയ്തിട്ട് എനിക്ക് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം ഞാനും അള്ളാഹുവും തമ്മിൽ ബന്ധപ്പെട്ട കാര്യമല്ല അത്. ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞോ അവന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിച്ചാലേ എനിക്ക് സ്വർഗം കിട്ടൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാവിനെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. കാരണം ആ നാവ് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലും പോകാം, അതുകൊണ്ട് നമുക്ക് നരകത്തിലും പോകാം. അതുകൊണ്ടാണ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിക്ക്. പലരും നിന്റെ അടുക്കൽ വന്ന് പലതും പറയും. അപ്പൊ നീ ചോദിക്കും, ഉസ്താദെ ഞാൻ കേൾക്കുന്നതല്ലേ ഉള്ളൂ. മോളെ, നീ പറഞ്ഞില്ലെങ്കിലും കേട്ടല്ലോ, നീ പറഞ്ഞവളെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെയെങ്കിലും ഏഷണിയും പരദൂഷണവും നിന്റെ മുന്നിൽ വന്ന് പറയുമ്പോ എന്തിന് നീ കേൾക്കാൻ നിൽക്കുന്നു? എന്തിന് നീ കേൾക്കാൻ നിൽക്കുന്നു? അത് അപ്പൊ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് ഓടിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നാലാമതായി നമ്മളോട് ഓർമ്മപ്പെടുത്തി. എന്തേ നാലാമത്തെ കാര്യം? നീ നിന്റെ നാവിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ നീ നിന്റെ നാവിനെ സൂക്ഷിച്ചു കൊള്ളണം. നീ ആ നാവിനെ സൂക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അത് സൂക്ഷിക്കുന്നതിലൂടെ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താ?